മാപ്പിളപ്പാട്ടുകളാൽ അലങ്കൃതമായ ബദറുൽ മുനീർ ഹുസനുൽ ജമാൽ എന്ന സുന്ദരമായ പ്രണയകാവ്യം ആരംഭിക്കുന്നു. മകളാണ് ഹുസനുൽ ജമാൽ നമ്പീരന്റെ വിളി പ്രേമങ്ങൾ മെത്തെ പണി ചിത്തിരം ആഭരണ കോറെ അണിന്റെ വിളി തന്നെയുമല്ല കമന കാഴ്ചയ്ക്കത് തട്ടും മഹാസിൻ രാജാവിന്റെ പുത്രി ഹുസനുൽ ജമാലും മന്ത്രി മസാമീറിന്റെ പുത്രൻ ബദറുൽ മുനീറും ശൈശവത്തിലെ ഇണപ്രാക്കളെ പോലെ ഒരിഞ്ഞട്ടിൽ വിടർന്ന രണ്ട് പുഷ്പങ്ങൾ പോലെ ആടിയും പാടിയും വിദ്യയും യുദ്ധമുറകളും ഒന്നുപോലെ അഭ്യസിക്കുകയും ചെയ്തിരുന്നു. ബാലനിൽ പത്തിനി ഹുസനുൽ ജമാൽ എപ്പോഴും അവരപ്പരം മനം തപ്പിടാതെ തരത്തിനാൽ മരുഭൂമി അലങ്കരിക്കുന്ന മരുപ്പച്ചകളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന വാനമ്പാടികളെ പോലെ കുഞ്ഞുനാളിൽ അവർ ഒരുമിച്ച് കളിച്ചിരുന്നുവെങ്കിൽ അവരുടെ പിഞ്ചു ഹൃദയങ്ങൾ അനുരാഗത്തിന്റെ ഉദ്യാനമാരാഞ്ഞ് പറഞ്ഞിരിക്കും. രാജകുമാരിയുടെ 10ാം വയസ്സിൽ നിലാവിന്റെ നിറമുള്ള ഒരു പെണ്ണ്. 14ാം രാവിലെ നിലാവ് ഉറഞ്ഞുകൂടി കരിഭവിച്ചതുപോലുള്ള ശരീരം, നക്ഷത്രങ്ങളുടെ പ്രകാശം തിരയടിച്ചു നിൽക്കുന്ന കണ്ണുകൾ, മഞ്ചാടിക്കുരുവിന്റെ ചുവപ്പ് കവർന്നെടുത്ത നേർത്ത ചുണ്ടുകൾ. അതാണ് പറയുന്നത്. കുമാരിയുടെ സൗന്ദര്യ വിശേഷം ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാമല്ലോ. തുടർന്ന് നാമക്കാരുത്തൻ ബദറുൽ മുനീർ നാടുക മൊത്ത പുരുഷരില്ലേ രാമാരാവും പൊന്നുകത്തെ കണ്ടാൽ നേരാതിരക്കും ഭയക്കം കേട്ടാൽ. സൗന്ദര്യത്തിലും പൗരുഷത്തിലും ജ്ഞാനത്തിലും ബദറുൽ മുനീറിനോടത്ത് ഇടനിൽക്കത്തക്കതായി അന്ന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവരുടെ സ്നേഹത്തിന് ഒരു പുതിയ രൂപവും ഭാവവും കൈവന്നു. മരതകത്തുകിലും തലമുടിയും പുനേത്ത് വരുവാൻ കഴുത്തും കരേത്ത് കൊണ്ട് ഹുസനുൽ ജമാൽ മരതക വസ്ത്രങ്ങൾ ധരിച്ച് മാണിക്ക കൈകൾ വീശി വാർന്നു മറഞ്ഞ തലമുടിയിൽ പൂക്കളും ചൂടി അല്പം കരിച്ചു പിടിച്ച മാൻകണ്ണുകളുമായി പൊൻപവിഴ ചുണ്ടുകൾ വിടർത്തി പുഞ്ചിരിച്ചു വരുന്ന ആ വരവ് കണ്ടു. ആ എത്ര നന്നായിരിക്കുന്നു. പുഞ്ചിരി അന്നാടച്ചായലിൽ പൂപാലത്തേറി വരവു തന്നിൽ കഞ്ചങ്ങൾ ജിന്നും മനുവരി കണ്ടാൽ കൺകോടം വിട്ടി വധപ്പെടുമേ. ഈ യുവഹൃദയങ്ങൾ രാത്രിയുടെ നിശബ്ദതയിൽ ലോകമുറങ്ങുമ്പോൾ കൊട്ടാരത്തിനടുത്തുള്ള പൂത്തലഞ്ഞ മുല്ലക്കാട്ടിൽ എന്നും കൂടാറുണ്ട്. ഒത്ത വാക്കുകൾ എത്തിരാജന് തത്തിരത്തിലേകിയാൽ ഒക്കുവിന്തുടങ്ങിക്കടക്ക വേണ്ട ദുരമകൻ ഇത്തരം മറുകേട്ടതാല് ഭയത്തമായി ബദറുൽ മുനീർ. മന്ത്രികുമാരൻ ബദറുൽ മുനീർ മേലിൽ കൊട്ടാരത്തിൽ കടക്കരുതെന്ന് രാജാവ് ഉത്തരവിട്ടു. രാജാവിന്റെ ഈ വിധി മൂലം രണ്ടുപേരും കടുത്ത നിരാശയിലായി. പരസ്പരം കാണുവാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നു. രാത്രി എന്നും നിശബ്ദത, എന്നും കൂരിട്ട്, ആകാശത്ത് ചന്ദ്രനില്ല. വെള്ളിപ്പൂക്കളെ പോലെ നക്ഷത്രങ്ങൾ അവിടെവിടെയായി ചിതറിക്കിടക്കുന്നു. ഹുസനുൽ ജമാൽ ഉറക്കം മുമ്മമുട്ടാത്ത കണ്ണുകളുമായി മുനീറിനെയും പ്രതീക്ഷിച്ചിരുന്നു. കടലിരണ്ടും പടാവരച്ച് ശോകക്കടലിരണ്ടും പടാവരച്ച് ചെത്തിപ്പടി തമ്മിൽ പറഞ്ഞു വച്ച് കടലിരണ്ടും പടാവരച്ച് കുറുകാൽ മുഖം മുത്തി മണത്ത് കാരം സൂക്ഷിച്ചിരുപേരും പിരിന്തം നേരം. ആ രാത്രിയിൽ കാമുകന്മാർ ഒരു ഉറച്ച തീരുമാനമെടുത്തു. രാജകുമാരി പറഞ്ഞു, സുഹൃത്തെ, നമുക്ക് സ്വതന്ത്രമായി ജീവിക്കണമെങ്കിൽ എന്റെ പിതാവിന്റെ നാട് ഉപേക്ഷിക്കണം. അടുത്ത രാത്രിയിൽ യാത്രയ്ക്ക് തയ്യാറായി ഒരു കുതിരയുമായി കാത്തു നിൽക്കും. താങ്കളും കൃത്യസമയത്ത് എത്തിച്ചേരണം. തിട്ടം ചെറുത്തെല്ലാം മനസ്സിലാക്കി തിരക്കിൽ ഇരുപേരും തിരണ്ട പോൽ പെട്ടെന്ന
ആഭരണങ്ങളെല്ലാം കൊട്ടാരത്തിലെ അബൂ സയ്യാദ് എന്ന ഒരുവൻ മന്ത്രി മസാമിലിനെ ധരിപ്പിച്ചു. ബുദ്ധിമാനായ മന്ത്രി മുനീറിനെ കണ്ടതോടെ ഒരു സൂത്രം പ്രയോഗിച്ചു. അങ്ങോട്ടിയും അപ്പോൾ അബുജണ്ട പാവടയിട്ട് കൂട്ടിയ ക്ഷണമിൽ മന്ത്രി മണിയറയ്ക്കുള്ളിൽ ഇരിക്കുന്ന മോതിരം എടുത്തുകൊണ്ടുവരുവാൻ കുമാരനോട് കൽപ്പിച്ചു. മോതിരം എടുക്കുവാൻ അറയിൽ പ്രവേശിച്ചതോടെ ആ അറയുടെ വാതിൽ ബന്ധിക്കപ്പെട്ടു.